ഇന്ന് നമുക്ക് ലോകപ്രശസ്ത കൊറിയൻ സിനിമയായ മിറാക്കിൾ ഇൻ സെൽ നമ്പർ 7 ഒന്ന് കണ്ടാലോ. ബുദ്ധി വളർച്ചയില്ലാത്ത ഒരു അച്ഛനും മകളുമായിട്ടുള്ള ഹൃദയസ്പർശിയായ ബന്ധമാണ് കഥയുടെ പ്രമേയം. തൻ്റെ മകളുടെ ഒരു കുഞ്ഞാഗ്രഹം സാധിച്ചു കൊടുക്കാൻ ശ്രമിച്ച ആ അച്ഛന് കിട്ടിയ ശിക്ഷ തൂക്കുമരമായിരുന്നു. ലോകം മുഴുവൻ ആ അച്ഛനെ വേട്ടക്കാരനായി കണ്ടപ്പോൾ തൻ്റെ അച്ഛൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ 15 വർഷം കാത്തിരുന്ന ഒരു മകളുടെ വേദനയുടെ കഥയാണിത്. തൻ്റെ മകൾക്ക് അവൾ ഇഷ്ടപ്പെടുന്ന ബാഗ് വാങ്ങിക്കൊടുക്കണമെന്നായിരുന്നു ആ അച്ഛൻ്റെ കുറേ നാളായിട്ടുള്ള മോഹം. എന്നും അവർ ആ ബാഗ് വന്ന് നോക്കും. എന്നാൽ പണം വലിയൊരു തടസ്സമായിരുന്നു. ഒരിക്കൽ ആ ബാഗ് ഒരു പോലീസ് ഓഫീസറുടെ മകൾക്കായി വാങ്ങുന്നത് കണ്ട ആ അച്ഛൻ അത് തൻ്റെ മകൾക്കായി വാങ്ങാൻ നോക്കിവെച്ചതാണെന്ന് പറയാൻ ശ്രമിക്കുന്നു. ബുദ്ധി വളർച്ചയില്ലാത്ത അയാൾ ആ കുട്ടിയുടെ മുഖത്തെല്ലാം പിടിച്ചായിരുന്നു എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചിരുന്നത്. എന്നാൽ ആ പോലീസ് ഓഫീസർ അയാൾ അവിടെ വെച്ച് ഉപദ്രവിക്കുകയായിരുന്നു. വേദനയിൽ ആ കുഞ്ഞ് തനിക്ക് ആ ബാഗ് വേണ്ട എന്നും പറയുന്നുണ്ട്. ബുദ്ധി കുറവുള്ള ഒരാൾക്ക് ഈ ലോകം എത്ര ക്രൂരമായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ ബാഗ് വാങ്ങിയ ആ കുട്ടി ഒരിക്കൽ അയാളെ സഹായിക്കാമെന്ന് പറഞ്ഞ് കൂടെ കൂട്ടുകയാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ആ കുട്ടി ഒരു അപകടത്തിൽപ്പെട്ട് മരിക്കുന്നു. അവളെ രക്ഷിക്കാൻ ശ്രമിച്ച ഈ പാവം അച്ഛനെ തെറ്റിദ്ധരിച്ച് ക്രൂരനായ മുദ്ര കുത്തി. തനിക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാത്ത ആ മനുഷ്യന് കോടതി വധശിക്ഷ വിധിച്ചു. തൻ്റെ മകളെ കാണാൻ ഇനി കഴിയില്ലെന്ന വേദനയോടെ അയാൾ തൂക്കുമരത്തിലേക്ക് നടന്നു. പക്ഷേ കഥ അവിടെ അവസാനിച്ചില്ല. 15 വർഷങ്ങൾക്ക് ശേഷം ആ ചെറിയ പെൺകുട്ടി ഒരു ലോയറായി തിരിച്ചു വന്നു. തൻ്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അവൾ ലോകത്തിന് മുന്നിൽ തെളിയിച്ചു. നിയമം പരാജയപ്പെട്ടെടുത്ത് മകളുടെ സ്നേഹം വിജയിച്ച നിമിഷം. അവിടെയാണ് അയാൾ ജയിച്ചത്. ലോകം മുഴുവൻ തന്നെ തെറ്റുകാരനായി കണ്ടപ്പോഴും തൻ്റെ മകളുടെ മനസ്സിൽ അയാൾ ഒരു ഹീറോ തന്നെയായിരുന്നു. സ്നേഹത്തിൻ്റെ ഈ കരുത്താണ് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇതുപോലുള്ള സിനിമകൾക്കായി താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു മികച്ച സിനിമയുമായി വീണ്ടും കാണാം.